വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ. ഇന്ന് ഡോക്ടേഴ്സ് ടോക്കിൽ സംസാരിക്കുന്ന വിഷയം പ്രഗ്നൻസി പീരീഡിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നറിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. സംസാരിക്കുന്നു ഡോക്ടർ ടീന രാജൻ, കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റ്, NS ഹോസ്പിറ്റൽ, കൊല്ലം. നമസ്കാരം, ഞാൻ ഡോക്ടർ ടീന രാജൻ, കൊല്ലം NS ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഗർഭാവസ്ഥയിൽ വരുന്ന സ്തന അർബുദത്തെക്കുറിച്ചാണ്, അഥവാ ബ്രസ്റ്റ് ക്യാൻസർ അസോസിയേറ്റഡ് വിത്ത് പ്രഗ്നൻസി. സോ അതിന് നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ട്. ഗർഭസ്ഥ സമയത്ത് വരുന്ന ക്യാൻസറും അതിനോടനുബന്ധിച്ച് ഒരു വർഷക്കാലം ഉള്ളിൽ വരുന്ന ക്യാൻസറിനെ നമ്മൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അസോസിയേറ്റഡ് വിത്ത് പ്രഗ്നൻസി എന്നാണ് പറയുക. സോ പൊതുവേ നമുക്കിത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം നമ്മുടെ ഗർഭാവസ്ഥയിൽ വരുന്ന സ്തനത്തിലുള്ള ചേഞ്ചസും നമ്മൾ ഈ ക്യാൻസറായിട്ട് വരുന്ന സിംറ്റംസും തമ്മിൽ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഹോർമോണൽ ചേഞ്ചസ് കാരണം. പൊതുവേ ഏതെങ്കിലും ഒരു മുഴയായിട്ടായിരിക്കാം പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിപ്പിളിൽ നിന്ന് വരുന്നുള്ള രക്തം കലർന്നിട്ടുള്ള ഡിസ്ചാർജോ അങ്ങനെ എന്തെങ്കിലുമായിട്ടായിരിക്കും യൂഷ്വലി പ്രസൻറ്റ് ചെയ്യുക. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉടനടി ഡോക്ടറെ കാണുകയും, സാധാരണ നമ്മൾ മാമോഗ്രാം എന്നൊരു ടെസ്റ്റ് ഈ അവസ്ഥയിൽ ചെയ്യാറില്ല, കാരണം റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടായതുകൊണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയും. അത് റേഡിയേഷൻ എക്സ്പോഷർ ഇല്ലാത്ത സേഫായിട്ടുള്ളൊരു സ്കാനാണ്. അല്ലെങ്കിൽ നമുക്ക് MRI എന്ന് പറഞ്ഞ ഒരു പുതിയ സ്കാനിങ് രീതിയുണ്ട്, അത് നമുക്ക് ചെയ്യാം. നമുക്ക് സ്കാനിങ് ചെയ്ത ശേഷം ഒരു മുഴ അതിൽ കാണുവാണെങ്കിൽ നമ്മളത് ബയോപ്സി ചെയ്യുകയും, ഗർഭാവസ്ഥയിൽ ആദ്യത്തെ ഒരു ട്രൈമസ്റ്റർ ആണെങ്കിൽ നമുക്കത് സർജറി അപ്പം ചെയ്യാതെ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ വരെ വെയിറ്റ് ചെയ്ത് ചെയ്യുകയും ചെയ്യാം. സോ ആ കാലയളവിനുള്ളിൽ ഈ അർബുദം വ്യാപിക്കാതിരിക്കാനായിട്ട് കീമോതെറാപ്പി ചെറിയ തോതിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. സേഫായിട്ടുള്ള കീമോതെറാപ്പി റെജിമെൻറ്റ്സ് അവൈലബിൾ ആണ്. സോ ഗർഭാവസ്ഥയിൽ നമ്മൾ റേഡിയേഷൻ പൊതുവേ കൊടുക്കാറില്ല. സാധാരണ നമ്മൾ കീമോതെറാപ്പി കൊടുത്ത് സ്തനം ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക, അതും ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററോട് കൂടി. അല്ലെങ്കിൽ നമ്മൾ തേർഡ് ട്രൈമസ്റ്ററിൽ ബ്രസ്റ്റ് കൺസർവേഷൻ, അതായത് ബ്രസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് ട്രൈമസ്റ്റർ വരെ വെയിറ്റ് ചെയ്യുകയും ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത ശേഷം, അതായത് ഡെലിവറിക്ക് ശേഷം നമ്മൾ പിന്നീട് റേഡിയേഷൻ കൊടുക്കുകയും ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഗർഭസ്ഥ അവസ്ഥയിൽ വരുന്ന ക്യാൻസറിനുള്ള പൊതുവേ ഉള്ള മാനേജ്മെൻറ്റ് എന്ന് പറയാം.